നമസ്കാരം. എല്ലാവർക്കും ആനന്ദസായി പട്ടാഴി എന്ന യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് വചനം എന്ന സിനിമയിലെ KG യേശുദാസ് സാർ പാടിയ നീർമിഴി പീലിയിൽ നീർമണി തുളുമ്പി എന്ന ഗാനത്തിന്റെ തബല നോട്ട്സാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് സിനിമാ ഗാനങ്ങളുടെ തബല നോട്ട്സും ഹിന്ദുസ്ഥാനി നോട്ട്സും നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമുക്ക് ഈ പാട്ടിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ഏത് താളത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ആദി താളത്തിലാണ്, കർണാട്ടിക്കിൽ ആദി താളമെന്നും നമ്മുടെ ഹിന്ദുസ്ഥാനിയിലെ തീം താൾ എന്നും നമുക്ക് ഈ താളത്തിനെ പറയാം. അതേപോലെ ഇതിന്റെ ഒറിജിനൽ സ്കെയിൽ എന്ന് പറയുന്നത് ഇത് ഡി, രണ്ട് ഘട്ട ശ്രുതിക്കാണ് നമുക്ക് വായിക്കേണ്ടത്. ഒറിജിനൽ സ്കെയിൽ എന്ന് പറയുന്നത് ഡിയിലാണ്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റാൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നീർമിഴി പീലിയിൽ എന്ന ലൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ നീർമിഴി പീലിയിൽ, പീലിയിൽ എന്ന ഭാഗത്താണ് നമുക്ക് നോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നീർമിഴി പി ധാ 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 എന്നൊരു നോട്ട് വായിച്ചു കഴിഞ്ഞിട്ടാണ് അതിന്റെ ഠേക്ക പോകുന്നത്. ധാദിൻ ധാദിൻ ധാത്തിൻ നാത്തിൻ ധാത്തിൻ എന്ന ആ ഒരു ഠേക്ക പോലാണ് നമുക്ക് അന്നൊരു ഠേക്കയാണ് നമുക്ക് അവിടെ വായിക്കേണ്ടത്. അപ്പൊ നീർമിഴി ധാദിൻ ധാത്തിൻ നാത്തിൻ ധാത്തിൻ ധാദിൻ ധാത്തിൻ നാത്തിൻ എന്ന നോട്ടാണ് നമുക്ക് അവിടെ കണ്ടിന്യൂസ് വായിക്കേണ്ടത്. അപ്പം നീർമിഴി എന്ന ആ സെയിം നോട്ട് തന്നെ വായിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഒരു തിഹായി വായിച്ച് നമുക്ക് നിർത്തണം. ധാദിൻ ധാത്തിൻ നാത്തിൻ ധതത്തിട്ട് എന്നൊരു തിഹായി വായിച്ചാണ് നമുക്ക് അവസാനം നിർത്തേണ്ടത്. ധാദിൻ ധാത്തിൻ നാത്തിൻ എന്നൊരു തിഹായി വായിച്ച് അവസാനം നമുക്ക് നിർത്തുകയാണ്. അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻസ എൻഡ് ചെയ്യണം. അപ്പൊ നീർമിഴി അവസാന തിഹായി എന്നൊരു തിഹായി വായിച്ചാൽ നമുക്ക് അവസാനം നിർത്തേണ്ടത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻസ എൻഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആ ഫസ്റ്റ് സ്റ്റാൻസ രണ്ട് വട്ടം വായിച്ച് അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻസ എൻഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബീജിയം ആണ്. ബീജിയം കേൾക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് അവിടെ രണ്ട് നോട്ടാണ് അവിടെ വായിക്കാനുള്ളത്. ആദ്യത്തെ ഒരു ഭാഗത്തെ നോട്ട് എന്ന് പറയുന്നത് എന്നൊരു നോട്ടും, അത് കഴിഞ്ഞിട്ട് വേറൊരു ഇൻസ്ട്രുമെന്റ് വരുമ്പോൾ വേറൊരു നോട്ടുമാണ് വായിക്കേണ്ടത്. ആ പാട്ട് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, പാട്ടൊന്ന് കേട്ട് മനസ്സിലാക്കുക ആദ്യം. എന്നിട്ട് നമ്മുടെ നോട്ട് ഇവിടെ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പൊ ധിന്ന ധിന്ന നാ ധിന്ന എന്നൊരു ഫസ്റ്റ് നോട്ട് അവിടെ പോകുന്നു. ധിന്ന ധിന്ന മിഡിൽ ഫിംഗർ ആണ് ഡെക്ക വായിക്കേണ്ടത്. ധിന്ന ധിന്ന നാ ധിന്ന 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 എന്നൊരു നോട്ട് വായിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത ഒരു വേറൊരു ഇൻസ്ട്രുമെന്റ് വരുമ്പോൾ വേറൊരു നോട്ടാണ് വായിക്കുന്നത്. അവിടെ വായിക്കുന്ന നോട്ട് എന്ന് പറയുന്നത് ധിന്നന ധിന്ന ധിന്നന തിട്ടുത്ത ധിന്നന ധിന്ന ധിന്നന തിട്ടുത്ത. എന്ന് അവസാനം വായിച്ച് നിർത്തുമ്പോ ഒരു ധിന്നന ധിന്ന ധിന്നന തിട്ടുത്ത എന്നൊരു തായും കൂടെ ചേർത്ത് അവസാനം നമുക്ക് അത് എൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ രണ്ട് നോട്ടാണ് അവിടെ വായിക്കേണ്ടത്. PG ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ എന്ന് വായിച്ചാണ് ആ BGM ഭാഗവും എൻഡ് ചെയ്യേണ്ടത്. അടുത്ത നമുക്ക് വായിക്കേണ്ടത് അടുത്ത സെക്കൻഡ് സ്റ്റാൻസയാണ്. സെക്കൻഡ് സ്റ്റാൻസ ലൈൻ എന്ന് പറയുന്നത് ഉള്ളിലെ സ്നേഹ പ്രവാഹത്തിൽ എന്ന ലൈനാണ് വരുന്നത്. അവിടെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളിലെ സ്നേഹ എന്ന് കഴിയുമ്പോൾ നതിനനത്തിട്ട് 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 എന്നൊരു നോട്ടാണ് അവിടെ ആദ്യം വായിക്കേണ്ടത്. ഇന്ന് വായിച്ച് കഴിഞ്ഞിട്ട് നത്തിനനത്തിട്ടെന്ന് കഴിഞ്ഞിട്ട് ധാ ധിന്ന ധാത്തിട്ട് ധിന്ന ധാ ധിന്ന ധാത്തിട്ട് ധിന്ന ധാ ധിന്ന ധാ ധിന്ന ധാത്തിട്ട് ധാ ധിന്ന ധാത്തിട്ട് ധിന്ന ധാ ധിന്ന ധാത്തിട്ട് ധിന്ന ധാ ധിന്ന
അപ്പൊ അവിടെ വായിക്കുന്ന നോട്ട് ധാ ദിന്ന ധാ തിട്ട് ദീന ധാ ദിന്ന ധാ തിട്ട് ദീന എന്നൊരു നോട്ട് വായിച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് അവിടെ വേറെ ലൈൻ ഉണ്ട്, മാനസഭാവങ്ങൾ മൗനത്തിൽ എന്ന ലൈനിന് തൊട്ട് മുന്നേ നമുക്ക് തിട്ട് നത്തി നന തിട്ട് എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ആ മാനസ ഭാവങ്ങൾ എന്ന ലൈനിൽ വേറെ നോട്ടാണ് അവിടെ വായിക്കാനുള്ളത്. അപ്പം മാനസ എന്ന ഭാഗത്ത് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് തിട്ട് നത്തി നന തിട്ട് തിട്ട് നത്തി നന തിട്ട് എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് മാനസഭാവങ്ങൾ മൗനത്തിൽ എന്ന ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ധ ധിൻ ധ തിൻ ന തിൻ ധ തിൻ നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു നോട്ടാണ് അവിടെ വായിക്കേണ്ടത്. മാനസഭാവങ്ങൾ എന്ന ലൈനിൽ ധ ധിൻ ധ തിൻ ന തിൻ ധ തിൻ എന്നൊരു നോട്ടാണ് നമുക്ക് അവിടെ വായിക്കേണ്ടത്. അങ്ങനെ അവസാനം ഒരു ധായും കൂടെ ചേർത്താണ് അവിടെ അവസാനിക്കുന്ന ആ സ്റ്റാൻസ. ഇത്രയുള്ള ആ സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറയുന്നത് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഉള്ളിലെ സ്നേഹ പ്രവാഹത്തിൽ തുടങ്ങുമ്പോൾ അതിനകത്ത് എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് എന്നൊരു നോട്ട് വായിച്ചിട്ട് അവസാനം മാനസഭാവങ്ങൾ എന്ന ലൈൻ തൊട്ട് മുന്നേ തിട്ട് എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് മാനസ എന്ന ലൈനില് എന്നൊരു നോട്ട് വായിച്ചു കഴിഞ്ഞാൽ അവസാനം ധായും കൂടെ ചേർത്ത് എന്ന് വായിച്ചാണ് അവസാനം എൻഡ് ചെയ്യുന്നത്. അങ്ങനെ സെക്കൻഡ് സ്റ്റാൻസ അവിടെ എൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വായിക്കേണ്ടത് ആ പല്ലവി ഒന്നും കൂടെ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബീജിയം ആണ് വായിക്കേണ്ടത്. ബീജിയം നമ്മൾ നേരത്തെ പഠിച്ച അതേ സെയിം ബീജിയം തന്നെയാണ് നമുക്ക് ഇവിടെ വായിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തേർഡ് സ്റ്റാൻസ വരുന്നു. അതേ കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് സ്റ്റാൻസിൽ എന്ത് പഠിച്ചോ അതേപോലെ തന്നെ തേർഡ് സ്റ്റാൻസിനും വായിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ പാട്ട് എൻഡ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്, നോട്ട് എഴുതി തന്നെ പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.